Hi friends, Galaxy S10 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ലീക്കുകളും റൂമറുകളും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒന്നല്ല 4 മോഡലുകളാണ് വന്നിരിക്കുന്നത്. ഈ 4 മോഡലുകളെയും നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. എങ്ങനെയുണ്ട് Galaxy S10 എന്ന്? വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. Galaxy S10 ഈ ഫോൺ 4 തരത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. 4നും 4 പ്രൈസാണ്, 4 സ്പെസിഫിക്കേഷനാണ്. കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളെങ്കിലും അതൊക്കെ വ്യത്യാസങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അതിന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് തന്നെ കിടക്കാം. ഒന്ന് ഡിസൈൻ തന്നെയാണ്. ഡിസൈൻ ഇത്തിരി വ്യത്യസ്തമായിട്ട് തന്നെയാണ് തവണ വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ അമോലെഡ് സ്ക്രീനാണ്, പക്ഷേ അതിന് മുൻപ് ഇതിൻ്റെ സൈസുകൾ പറയാം. അപ്പോൾ നമുക്ക് ആ ഫോണിൻ്റെ ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. 5.8 ഇഞ്ചാണ് ഇതിൻ്റെ SC എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ മോഡലിന്. നോർമലായ Galaxy S10 വരുന്നത് 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. കൂടിയ S10 പ്ലസിലേക്ക് വരുമ്പോൾ 6.4 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. 5G മോഡൽ ഏറ്റവും കൂടിയ മോഡൽ പറഞ്ഞുകൊണ്ട് 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് അതിന് വരുന്നത്. ഈ ഫോണുകളെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ സ്ക്രീൻ സൈസ് കൂടുതൽ കാണുമ്പോൾ ഓവർ വെയിറ്റ് ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. കൺട്രോൾഡ് ആയ വെയിറ്റ് തന്നെയാണ്. 150 ഗ്രാമാണ് ഏറ്റവും കുറഞ്ഞ മോഡലിന് വരുന്ന വെയിറ്റ്. തൊട്ടടുത്ത S10 വരുന്നത് 157 ഗ്രാമും പിന്നീട് 175 ഗ്രാം. ഏറ്റവും കൂടിയ 6.7 ഇഞ്ച് സ്ക്രീന് 198 ഗ്രാമാണ് വെയിറ്റ്. ഇപ്പോൾ തിരക്കേടില്ലാത്ത നല്ല കൺട്രോൾഡായ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓവർ വെയിറ്റ് ഒന്നും പറയാനില്ല. അപ്പം നല്ല ഒരു ഡിസൈനും വെയിറ്റും നമുക്കിവിടെ കാണാം. സാംസങ്ങിൻ്റെ ദി ന്യൂ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് എപ്പോഴും ബെസ്റ്റ് തന്നെയാണ്. ഇവിടെയും ബെസ്റ്റ് തന്നെയാണ്. ഇത്തവണ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. അതായത് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ്. ഡിസ്പ്ലേക്ക് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിലാണ് സെൽഫി ക്യാമറ വെച്ചിരിക്കുന്നത്. ഈ സെൽഫി ക്യാമറ S10ലും S10eയിലേക്കും വരുമ്പോൾ അത് നോർമലായ സിംഗിൾ സെൽഫി ക്യാമറയാണ്. കൂടിയ മോഡലായ S10 പ്ലസിലേക്കും 5Gയിലേക്കൊക്കെ വരുമ്പോൾ ആ മോഡലുകളിൽ നമുക്ക് ഡുവൽ സെൽഫി ക്യാമറ കാണാം. റിയർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞ 3 മോഡലുകളും S10e ഒഴികെയുള്ള ബാക്കി എല്ലാ മോഡലിലും ഗ്ലാസ് ഡിസൈനാണ്. ട്രിപ്പിൾ ക്യാമറയും 4 ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരെ കാണാം. 5G മോഡലിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അതേപോലെ തന്നെ S10eയിലേക്ക് വരുമ്പോൾ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നല്ല സ്റ്റൈലിഷായ ഡിസൈനും സ്പെസിഫിക്കേഷൻസ് എല്ലാം പക്ക ക്ലിയർ ആണ് ഡിസൈനിൻ്റെ സൈഡിൽ. അപ്പോൾ വ്യത്യസ്തമായ നല്ല ഒരു ഡിസൈനിലും കാര്യങ്ങളിലൊക്കെയാണ് S10 നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. S10ന്റെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ്. അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ വരുന്നത്. നല്ല ഫാസ്റ്റായ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണുള്ളത്. അതിൽ തന്നെ ഇതിനൊരു പ്രത്യേകതയുള്ളത് ഫാസ്റ്റ് ആണെന്ന് മാത്രമല്ല, ഇത് സാധാരണ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുകളൊക്കെ നോക്കിയാൽ ഇപ്പോൾ മറ്റേത് ഫോൺ എടുത്ത് നോക്കിയാലും ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ആനിമേഷൻ അവിടെ കാണുമ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ലൈറ്റ് അപ്പ് ഉണ്ടായതിനു ശേഷമാണ് നമുക്ക് ഡിസ്പ്ലേ ഓൺ ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഈ ഫോണിൻ്റെ കാര്യത്തിൽ ലൈറ്റിംഗ് അപ്പ് ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഫോൺ എടുത്തിട്ട് ഡിസ്പ്ലേയിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അൺലോക്ക് ആവും. ഡിസ്പ്ലേ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ബട്ടൺ യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഡയറക്റ്റ് അൺലോക്ക് എന്ന് പറയുന്നൊരു സംവിധാനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഉള്ളവർക്ക് ബെറ്റർ ആയ ഒരു ഇൻ ഡിസ്പ്ലേ സംവിധാനം തന്നെ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ ID സംവിധാനം തന്നെയാണ് ഈ ഫോണിലുള്ളത്. എന്നാൽ ഒരു കാര്യം കൂടി, Galaxy S10e എന്ന മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് പവർ ബട്ടൺ മേലുള്ള ഫിംഗർ പ്രിന്റ് സെൻസറാണ്. അവിടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈനും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് സാധാരണ S10ലും S10 പ്ലസിലും S10 5G മോഡലിലും ഒക്കെ കിട്ടുന്നത്. പക്ഷേ S10eയിലേക്ക് വരുമ്പോൾ അത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവ്ഡ് മോഡലല്ല കിട്ടുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേ. ഇനി നമുക്ക് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വല്പം വ്യത്യസ്തമായ ക്യാമറ സെറ്റപ്പൊക്കെയാണ്. 6 ക്യാമറ വരെയൊക്കെയാണ് ഈ ഫോണിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5G മോഡലിൽ 4 ക്യാമറയുണ്ട്. S10ലും S10 പ്ലസിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഏറ്റവും കുറഞ്ഞ മോഡലായ നമ്മുടെ S10eയിലേക്ക് വരുമ്പോൾ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിലേക്ക് നോക്കിയാൽ S10 പ്ലസിലും 5Gയിലും ഡുവൽ ക്യാമറയാണ്. S10ലും S10eയിലും സാധാരണ സിംഗിൾ ക്യാമറയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ്. മൊത്തം ക്യാമറ സെറ്റപ്പുള്ള 4 ക്യാമറ സെറ്റപ്പുള്ള നമ്മുടെ 5G മോഡലിൻ്റെ കാര്യം പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാം. 5G മോഡലിൽ 12 മെഗാ പിക്സൽ നമുക്ക് ഒരു മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. ഡുവൽ ആപ്പച്ചറൊക്കെയാണ്. നല്ല പെർഫോമൻസ് തരാൻ കഴിവുള്ള ഒരു ആപ്പച്ചർ സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് ഈ ക്യാമറ സെറ്റപ്പ് നിൽക്കുന്നത്. 12 മെഗാ പിക്സൽ മെയിൻ ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ ഒരെണ്ണമുണ്ട്. ഒരു 12 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇത് കൂടാതെ 3D ഡെപ്ത് സെൻസിങ്ങിന് വേണ്ടി ഒരു TOF ലെൻസും വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ 4 ക്യാമറകൾ 5G മോഡലിൽ വരുന്നത്. S10 പ്ലസിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന 3D ക്യാമറ സെറ്റപ്പ് എടുത്തു മാറ്റിയിട്ടുണ്ട്. ബാക്കി 3 ക്യാമറ ആയിരിക്കും ഉണ്ടാവുക. S10ലേക്ക് വരുമ്പോഴും അതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. S10eയിലേക്ക് വരുമ്പോൾ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പകരം നോർമൽ മെയിൻ 12 മെഗാ പിക്സൽ ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ റിയർ ക്യാമറയുടെ ഒരു സെറ്റപ്പ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ 5G മോഡൽ ഏറ്റവും കൂടിയ 5G മോഡലിൽ വരുന്നത്
ഡുവൽ ക്യാമറയാണ് ഫ്രണ്ടിൽ, 10 മെഗാ പിക്സൽ മെയിൻ ക്യാമറയും 3D ക്യാമറയുമാണ് അവിടെ വരുന്നത്. 3D ഡെപ്ത് സെൻസിംഗ് ആണ് അതിന് വരുന്നത് ഡുവൽ ക്യാമറ. S10 പ്ലസിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഡുവൽ ക്യാമറ തന്നെയാണ്. സാധാരണ വൈഡ് ആംഗിൾ ക്യാമറയാണ് നമുക്ക് സാംസങ് തരാറ്, ഡെപ്ത് സെൻസിങ്ങിന് വേണ്ടി ഒരു സ്പേസ് കളയാറില്ല. പക്ഷേ ഇവിടെ ഡെപ്ത് സെൻസറാണ് ഉപയോഗിക്കുന്നത്. S10 പ്ലസിൽ 3D അല്ല, നോർമൽ ഡെപ്ത് സെൻസറാണ് രണ്ടാമത്തെ ക്യാമറ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. S10ലേക്ക് വരുമ്പോൾ സിംഗിൾ ക്യാമറയാണ് 10 മെഗാ പിക്സൽ. S10eയിലേക്ക് വരുമ്പോൾ സിംഗിൾ 10 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയ്ക്ക് f1.9 ആപ്പച്ചറിലാണ്. അതുപോലെ ഈ വീഡിയോ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഫീച്ചറുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ആപ്പച്ചർ നമുക്ക് ഫ്രണ്ട് സൈഡിൽ f1.9 ആപ്പച്ചറാണ്, റിയർ സൈഡിലെ ആപ്പച്ചർ. നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അധികം പറയണം, പകരം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷൻ ഷീറ്റുകളൊക്കെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ക്വാഡ് ക്യാമറ തൊട്ട് ട്രിപ്പിൾ ക്യാമറ, ഡുവൽ ക്യാമറ സെറ്റപ്പുകൾ, ഫ്രണ്ട് സൈഡിലുള്ള ഡുവൽ ക്യാമറ, സിംഗിൾ ക്യാമറ സെറ്റപ്പ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ക്യാമറകൾ വരുന്നത്. ക്യാമറയുടെ ആക്സസ് ചെയ്യാൻ കുറേ സൗകര്യങ്ങളുണ്ട്. സൂം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞതിൽ നിന്നോട്ട് ഫിക്സഡ് ഫോക്കസ് ലെങ്ത് ഉള്ള ക്യാമറകളാണ്. അപ്പോൾ കുറച്ച് ബെറ്ററായ സൂം ചെയ്ത് നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ്. നല്ല വൈഡ് ആംഗിൾ 123 ഡിഗ്രി വരെയുള്ള വൈഡ് ആംഗിൾ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. മൊത്തത്തിൽ 4K സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ അടക്കമുള്ള എല്ലാവിധ സംവിധാനങ്ങളും കൂടിയിട്ടാണ് ഈ പറയുന്ന ട്രിപ്പിൾ ക്യാമറയും ക്വാഡ് ക്യാമറയും ഒക്കെ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും വേസ്റ്റ് അല്ല, 3 തരത്തിലുള്ള ക്യാമറ മോഡുകളുണ്ട്. അത് 3ഉം സെപ്പറേറ്റ് നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും. ക്യാമറ സോഫ്റ്റ്വെയർ വളരെ എഫിഷ്യൻ്റായ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു ഫോണാണ്. പിന്നെ ചെറിയ കാര്യങ്ങളൊന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. OIS ഇതൊക്കെയുണ്ട്. അപ്പോൾ എല്ലാ ക്യാമറയിൽ വേണ്ടുന്ന എല്ലാ ഫീച്ചറുകളും ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരുടെ സൈറ്റിൽ നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ക്യാമറയുടെ മെയിൻ ആയിട്ടുള്ളൊരു സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4500 mAh ആണ് 5G മോഡലിൽ, 4100 mAh ആണ് S10 പ്ലസിൽ കിട്ടുന്നത്. S10ൽ 3400 mAh കിട്ടുന്നുണ്ട്. 3100 mAh ആണ് നമുക്ക് S10eയിൽ കിട്ടുന്നത്. എല്ലാ ഫോണുകളെയും ഒരുമിച്ചൊരു വീഡിയോയിൽ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്നാപ്ഡ്രാഗൺ 855 തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഏറ്റവും പവർ കൂടിയ പ്രോസസർ തന്നെയാണ്. ഇതുണ്ടതുകൊണ്ട് എല്ലാ ഫോണിലും 5G കിട്ടുമെന്ന് വിചാരിക്കരുത്. 5Gക്ക് സെപ്പറേറ്റ് മോഡലാണ്. അത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടിയ മോഡലായ 5G മോഡലാണ് മോഡൽ. അപ്പോൾ അതിനകത്താണ് 5G ഉള്ളൂ. ബാക്കിയുള്ള ഫോണുകളിലൊന്നും 5G ഇല്ല എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ഈ സ്നാപ്ഡ്രാഗൺ 855 അത് എല്ലാ മോഡലും ഉണ്ടാവില്ല, റീജിയനുകൾക്കനുസരിച്ച് മാറും. ചിലപ്പോൾ Exynos 9820 ആയിരിക്കും നമുക്ക് ചില ഫോണുകളിൽ കിട്ടുക, ചില കൺട്രീസിലെ റീജിയൻസിലൊക്കെ കിട്ടുക. അപ്പോൾ ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതിലേതാണെന്നൊക്കെ നോക്കി വേണമെങ്കിൽ ഉറപ്പിക്കാം. ഇനി ഈ ഫോണിൻ്റെ റാം വേരിയൻറ്റുകളും സ്റ്റോറേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 855 പ്രോസസ്സർ, അതിൻ്റെ പവറും കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയുന്നില്ല. നല്ല പവർഫുള്ളായ പ്രോസസ്സർ തന്നെയാണ്. അതിനൊപ്പം വരുന്ന സ്റ്റോറേജ് റാം വേരിയൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ S10eയിൽ ഏറ്റവും കുറഞ്ഞ മോഡൽ വരുന്നത് 6GB റാം 128GB സ്റ്റോറേജ്, അല്ലെങ്കിൽ 8GB റാം 256GB സ്റ്റോറേജ്. ഈ 2 മോഡലുകളാണ് നമുക്ക് ഈ പറഞ്ഞ S10eയിൽ കിട്ടുക. S10ലേക്കും S10 പ്ലസിലേക്കും വരുമ്പോൾ നമുക്ക് 8GB റാം 128GB സ്റ്റോറേജ് കിട്ടും, അല്ലെങ്കിൽ 8GB റാം 512GB സ്റ്റോറേജ് കിട്ടും. ഇതിനൊക്കെ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഉണ്ട്. SD കാർഡ് 512GB വരെ സപ്പോർട്ട് ചെയ്യും. 5G മോഡലിലേക്ക് വരുമ്പോൾ S10 പ്ലസിൻ്റെ കാര്യത്തിൽ ഒരു വേരിയൻ്റ് കൂടി ഉണ്ട്. അതായത് കൂടിയ റാം സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ 12GB റാമുള്ള ഫോണുണ്ട്. ഈ ഒരു സമയത്ത് ഈ 12GBയുടെയൊക്കെ റാം എന്തിനാണ് ഒരു ഫോണിൽ എത്രയൊക്കെ ആവശ്യമുണ്ടോ നമുക്ക് ചിന്തിക്കാം. എങ്കിൽ പോലും അത് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം. 12GB റാമിൻ്റെ വേരിയൻ്റ് ഉണ്ട്. ആ വേരിയൻറ്റിൽ 1TB സ്റ്റോറേജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 5G മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ ഒരുപാട് എക്സൈറ്റിംഗ് അല്ല. റാമിൻ്റെ കാര്യത്തിൽ 8GB റാമും 256GB സ്റ്റോറേജുമാണ് SD കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 ഫോണുകളും ഒറ്റ വീഡിയോയിൽ പറയാമെന്നൊരു തീരുമാനം എടുക്കാൻ കാരണം ഓരോ വീഡിയോകളായിട്ട് ചെയ്ത് വെറുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒറ്റ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, നോക്കി മനസ്സിലാക്കാൻ കുറച്ചും കൂടി സൗകര്യമായിരിക്കും അവിടെ. ഇനി കുറച്ച് എക്സ്ട്രാ മറ്റുള്ള പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻറ്റ് IP68 എന്ന് പറയുന്ന നല്ല വാട്ടർ റെസിസ്റ്റൻറ്റ് സംവിധാനം എല്ലാ മേഖലയിലും എല്ലാ ഫോണുകൾക്കും എല്ലാ മോഡലുകൾക്കും ബാധകമാണ്. Gorilla Glass 6ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മുടെ S10eയിലേക്ക് വരുമ്പോൾ Gorilla Glass 5 ആണ്. അങ്ങനെയുള്ളൊരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 4K സ്ലോ മോഷൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇയർബഡ്സ് നമുക്കുണ്ട്. വയർലെസ് ചാർജിങ് ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ്. വയർലെസ് 2.0 എന്ന് പറയുന്ന ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് വരുന്നത്. വയർലെസ് റിവേഴ്സ് ചാർജിങ്, ഒരു ഫോണിൽ മറ്റൊരു ഫോൺ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് സ്വന്തമായിട്ട് ചാർജ് ആവുന്ന ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വേറെയും ഫീച്ചറുകളായിട്ട് വരുന്നുണ്ട്. ഫീച്ചറുകൾ ഒരുപാടുണ്ട്. എങ്കിലും ഈ ഫോണുകളെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഉദ്ദേശം. അപ്പോൾ ഏറെക്കുറെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കളറുകൾ ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ കുറച്ചധികം കളർ വേരിയൻറ്റുകളുണ്ട്. പിന്നെ S10eയിലേക്ക് വരുമ്പോൾ ഒരു യെല്ലോ വേരിയൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കളർ വേരിയൻറ്റുകളൊക്കെ ഉണ്ട്.
ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ S10e 53,000 സ്റ്റാർട്ട് ചെയ്യുന്നത്, S10 64,000 അതേപോലെ തന്നെ S10 പ്ലസ് വരുമ്പോൾ 71,000 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 5G മോഡലിൻ്റെ പ്രൈസിങ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷനിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോണുകളുടെ ഒരു കാര്യങ്ങളൊക്കെ. ഏറെക്കുറെ ഈ പറഞ്ഞ ഫോണുകളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ മനസ്സിലാക്കാൻ സഹായിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അവൈലബിലിറ്റി പ്രീ ഓർഡർ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇനി അങ്ങോട്ട് മാർച്ച് 8 തൊട്ട് ഇതിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. എങ്ങനെ എക്സ്ക്ലൂസീവ് ആണോ അതോ ഇനി എല്ലാ ഷോപ്പുകളിലും കിട്ടും, നോർമൽ എല്ലായിടത്തും കിട്ടണം, അപ്പോൾ ആ രീതിയിലായിരിക്കും വിചാരിക്കും. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും മാർച്ച് 8 ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്ന വഴിക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഗാലക്സി S10 ഒരു ഡിസൈനും ക്യാമറയും പെർഫോമൻസും റാമും സ്റ്റോറേജും എല്ലാതും ബാറ്ററിയും എല്ലാ കാര്യങ്ങളും ഒന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.